നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് തളങ്കര സ്വദേശി മൻസൂർ അലിയെ കൊലപ്പെടുത്തിയ മുഖ്യപ്രതി അബ്ദുൾ സലാം അറസ്റ്റിൽ. കർണാടക ബണ്ട്വാൾ സ്വദേശിയായ സലാമിനെ അറസ്റ്റ് ചെയ്തത് ഉപ്പള ടൗണിൽ വച്ച്. അറിവ് തേടുന്ന പഠനമുറിക്ക് മുകളിൽ കൃഷിനിലമൊരുക്കി കുട്ടി കർഷകർ. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ വിളഞ്ഞത് സമൃദ്ധിയുടെ വിളകൾ. വിഷൻ 2020 സംഘടിപ്പിച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കാറ്റാടിത്തണലത്ത്. പരിപാടി സംഘടിപ്പിച്ചത് ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. സ്വയം രക്ഷയ്ക്കായി പെൺകുട്ടികൾക്ക് കളരിപ്പയറ്റ് പരിശീലനം നൽകി പിലിക്കോട് പഞ്ചായത്ത്. നിർഭയ സ്വയം രക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലന മുറകൾ അഭ്യസിക്കുന്നത്. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ CPM ശ്രമമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ. കാഞ്ഞങ്ങാട്ട് BJP സംഘടിപ്പിച്ച സത്യാഗ്രഹ പരിപാടിയിലായിരുന്നു VK സജീവന്റെ രൂക്ഷ വിമർശനം. വാർത്തകൾ വിശദമായി. തളങ്കര കടവത്ത് സ്വദേശി മൻസൂർ അലിയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ അബ്ദുൾ സലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് SP ഓഫീസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടക ബണ്ട്വാൾ സ്വദേശിയായ അബ്ദുൾ സലാമിനെയാണ് കുമ്പള CI VV മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഉപ്പള ടൗണിൽ വെച്ചാണ് പോലീസ് സലാമിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ പ്രതികളായ അഷറഫ് അടക്കമുള്ളവരെ ഇനിയും പിടികൂടാനുണ്ടെന്നും അതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും കാസർഗോഡ് SP ഓഫീസിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി KG സൈമൺ അറിയിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ക്ലൂ നമുക്ക് കിട്ടിയിരുന്നു. വ്യക്തമായിട്ടുള്ള ക്ലൂ, അതായത് ഒരു ബ്ലൈൻഡ് കേസ് തന്നെ പറയാം. യാതൊരു ആളാരെന്ന് അറിയത്തില്ലായിരുന്നു, ഇതെന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ കിട്ടുകയും ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, സലാം എന്നുള്ളത്. അയാളെ കോടതി പ്രൊഡ്യൂസ് ചെയ്ത് പോലീസ് കസ്റ്റഡി വാങ്ങി മറ്റുള്ള പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തി കേസ് കണ്ടുപിടിക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റുള്ള ആളെ കിട്ടിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ആളുടെ മൊബൈൽ, ഈ മൻസൂർ അലിയുടെ മൊബൈൽ ഇയാളുടെ കയ്യിലുണ്ട്. ഇയാളത് വിറ്റിട്ടുണ്ട്, സ്ഥലത്ത് പണയം വെച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത്. അത് കിട്ടേണ്ടതായിട്ടുണ്ട്. കിട്ടിയ പൈസ, അത് വളരെ പ്രധാനപ്പെട്ടൊരു ലിങ്കാണ്. വാർത്താ സമ്മേളനത്തിൽ DYSP MV സുകുമാരൻ, അന്വേഷണ ഉദ്യോഗസ്ഥരായ CI VV മനോജ്, മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. അറിവ് തേടുന്ന പഠനമുറിക്ക് മുകളിൽ കൃഷിനിലമൊരുക്കി വിദ്യാർത്ഥികൾ. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC NCC കേഡറ്റുകളാണ് സ്കൂൾ മട്ടുപ്പാവിൽ ജൈവ പച്ചക്കറിത്തോട്ടമൊരുക്കി മാതൃകയായത്. ക്ലാസ് മുറിയിലിരുന്ന് സയൻസും ഗണിതവും പഠിച്ച ചെമ്മനാട്ടെ കുട്ടികൾ ഇപ്പോൾ പുതിയ പാഠലോകത്താണ്. പച്ചതോരാത്ത കുരുന്നു മനസ്സുകളിൽ പച്ചക്കറിയാണ് പുതിയ പാഠം. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPCയുടെയും NCCയുടെയും കൂട്ടുകാരാണ് സ്കൂൾ മട്ടുപ്പാവിനെ വിശാലമായ ജൈവ പച്ചക്കറിത്തോട്ടമായി മാറ്റിയെടുത്തത്. അഞ്ഞൂറോളം വരുന്ന ഗ്രോ ബാഗുകളിൽ മണ്ണും പൂഴിയും ചകിരിയും നിറച്ചാണ് വിദ്യാർത്ഥികളുടെ കൃഷി. കാബേജ്, തക്കാളി, വഴുതിന, വെണ്ട, കോളിഫ്ലവർ, പച്ചമുളക് തുടങ്ങിയവയാണ് പ്രധാന ഇനങ്ങൾ. ഇരുന്നൂറോളം വരുന്ന SPC NCC കേഡറ്റുമാരെ 15 ബാച്ചുകളായി തിരിച്ചാണ് പച്ചക്കറി തോട്ടത്തെ പരിപാലിക്കുന്നത്. രാവിലെയും ഉച്ചനേരത്തും വൈകുന്നേരവും കുട്ടികൾ സ്കൂൾ മട്ടുപ്പാവിലെത്തും. ജൈവ കീടനാശിനികൾ തളിച്ചും വെള്ളമൊഴിച്ചും കുട്ടികൾ പച്ചക്കറിത്തോട്ടത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. ഞങ്ങളുടെ കൃഷി എല്ലാവർക്കും മാതൃകയാകണമെന്നാണ് SPC NCC കേഡറ്റുകളായ രാഹുലും ശ്രീഷ്മയും പറയുന്നത്. നവംബർ 10-ാം തീയതി ഏകദേശം 500ഓളം ഗ്രോ ബാഗുകളിലാണ് ഞങ്ങളുടെ കൃഷി ഇറക്കിയത്. NCCയിലെയും SPCയിലെയും 100ഓളം വരുന്ന കേഡറ്റുകൾ നമുക്ക് ഇതിന് സഹായം നൽകിയിരുന്നു. കൂടാതെ അവധി ദിനങ്ങളിൽ ഞങ്ങൾ പ്രത്യേക ഗ്രൂപ്പുകളായി തിരിച്ച്
അവർ വന്ന് ഇവിടെ വെള്ളമൊഴിച്ചിരുന്നു. ഈ കൃഷി നല്ലൊരു വിജയം തന്നെയായി എന്നാണ് SPCയും NCCയും കാഡറ്റ്സുകൾ കരുതുന്നത്. മാത്രമല്ല ഈ ടെറസിലെ കൃഷികൾ മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയായി നാം കരുതുന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ KO രാജീവന്റെ നിർദ്ദേശപ്രകാരമാണ് മട്ടുപ്പാവ് കൃഷി നടത്താൻ കുട്ടികൾ രംഗത്തിറങ്ങിയത്. SPC ഓഫീസർമാരായ CL മുഹമ്മദ് യാസറും V സാവിത്രിയും NCC ഓഫീസർമാരായ P ശ്രീജിത്തും മുനീറും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി കൂടെ നിന്നു. പൂർണ്ണമായും ജൈവ കൃഷി വളങ്ങൾ ഉപയോഗിച്ച് ഈ കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഞങ്ങളുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃഷി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയാനുള്ളത്, ഈ ടെറസിന്മേലുള്ള കൃഷിയിൽ ഈ ചൂട് തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ജൈവവളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് ഇതിന് കൂടുതൽ. അപ്പോൾ ജൈവവളം ഉപയോഗിച്ച് നേരത്തെ കുട്ടികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് മിശ്രിതമാണ് ഇതിന് പ്രധാനമായും ജൈവവളമായി ഞങ്ങൾ ഉപയോഗിച്ചത്. സ്കൂൾ മാനേജ്മെന്റും PTA കമ്മിറ്റിയും വിദ്യാർത്ഥികളുടെ പച്ചക്കറിത്തോട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ എല്ലാ വർഷവും കൃഷി തുടരാമെന്ന ആത്മവിശ്വാസത്തിലാണ് കുട്ടികളും അധ്യാപകരും. ആലമ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ കാറ്റാടി തണലത്ത് വിഷൻ 2020 എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 1993-94 കാലഘട്ടത്തിൽ ആലമ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പടിയിറങ്ങിയ വിദ്യാർത്ഥികളാണ് 20 വർഷത്തിനു ശേഷം വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒത്തൊരുമിക്കുന്നത്. കാറ്റാടി തണലത്ത് എന്ന പേരുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് സ്കൂളിൽ വിഷൻ 2020 ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ് നിർവഹിച്ചു. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളുമാണ് ഈ നാട്ടിലുള്ളത് എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അധ്യക്ഷത വഹിച്ചു. ദിശാബോധം നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ രജിത് കുമാർ നേതൃത്വം നൽകി. പരിപാടിയിൽ GHSS ആലമ്പാടി പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ ചേരൂർ, മുബാറക്, മുഹമ്മദ് ഹാജി, സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാലിക്കടവ് വയോജന കേന്ദ്രത്തിൽ പെൺകുട്ടികൾക്കുള്ള കളരിപ്പയറ്റ് പരിശീലനം ആരംഭിച്ചു. പിലിക്കോട് പഞ്ചായത്തിന്റെ നിർഭയ സ്വയം രക്ഷാ പദ്ധതിയുടെ ഭാഗമായിരുന്നു പരിശീലനം. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ കളരിപ്പയറ്റ് പരിശീലനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പെൺകുട്ടികൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് പെൺകുട്ടികളിൽ തന്നെ പ്രതികരണശേഷി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് കളരിപ്പയറ്റ് പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചന്ദേര SI അനൂപ് കുമാർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുറത്തിറങ്ങാൻ കഴിയുന്ന രീതിയിലേക്കാണ് മാനസികമായ ഒരു തലത്തിലേക്കാണ് കുട്ടികൾക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത്രമാത്രം രീതിയുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം അവർ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ പ്രതികരിക്കാനുള്ള ഒരു കഴിവില്ലായ്മ മാത്രം, പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ഒരു കഴിവിൻ്റെ കുറവാണ് എല്ലാം മറ്റൊരു തലത്തിലേക്ക് മാറിക്കുന്നത്. അപ്പോൾ ഇത്തരം പരിശീലനങ്ങളിലൂടെ നിങ്ങളെ പെട്ടെന്ന് പ്രതികരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് എങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തരണം ചെയ്യാൻ പറ്റും എന്ന കഴിവായിരിക്കും നിങ്ങൾ നേടാൻ പോകുന്നത്. വ്യക്തിത്വ വികസനം, മനസ്സിനെ ശാന്തമാക്കൽ, സ്വയം പ്രതിരോധം, ധൈര്യം എന്നിവയിൽ ആർജവം നേടാൻ കളരിപ്പയറ്റ് സഹായകരമാണെന്ന കണ്ടെത്തലാണ് നിർഭയ സ്വയം രക്ഷാ പദ്ധതിയിൽ കളരിപ്പയറ്റ് പരിശീലനത്തിന് പ്രേരകമായത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശൈലജ, പഞ്ചായത്ത് സ്ഥിരം കമ്മിറ്റി അധ്യക്ഷന്മാരായ M കുഞ്ഞിരാമൻ മാസ്റ്റർ, K ദാമോദരൻ, പഞ്ചായത്ത് അംഗം VP രാജീവൻ, പഞ്ചായത്ത് സെക്രട്ടറി TT സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. MTP മൈമൂനത്ത് സ്വാഗതവും K ഗിരിജ നന്ദിയും പറഞ്ഞു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ കേരളത്തിൽ CPM കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ. അക്രമത്തിനെതിരെ കാഞ്ഞങ്ങാട്ട് നഗരത്തിൽ നടന്ന കൂട്ട സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമത്തിന്റെ മുമ്പിൽ മാർക്സിസ്റ്റ് എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. അക്രമം ഈക്വൽ ടു മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. പിണറായി ഭരണം 9 മാസം പിന്നിടുന്ന സമയത്ത് 60 കൊലപാതക കേസുകളിലും ഏതാണ്ട് 1000-ലധികം അക്രമക്കേസുകളിലും കേരളത്തിൽ FIR ചേർത്തിട്ടുള്ളത് CPM-ന്റെ അണികൾക്ക് എതിരായിട്ടാണ്.
ഒരു ജനാധിപത്യ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തുടങ്ങിയ അക്രമം ഇപ്പോഴും നിർബാധം തുടരുകയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ പറഞ്ഞു. കേരളത്തിലും പ്രത്യേകിച്ച് കണ്ണൂരിൽ നടക്കുന്ന അക്രമങ്ങളെ RSS CPM സംഘർഷമായി ചിത്രീകരിക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക്, സംസ്ഥാന സെൽ കോർഡിനേറ്റർ K രഞ്ജിത്ത്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ജനറൽ സെക്രട്ടറി A വേലായുധൻ, RSS ജില്ലാ കാര്യവാഹ് K ശ്രീജിത്ത്, സഹകാര്യവാഹുമാരായ VK സതീശൻ, P കൃഷ്ണൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി C ബാബു, രാജൻ മുളിയാർ, BMS മേഖലാ പ്രസിഡന്റ് AV ഗിരീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ നടന്നു. പി സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു കോട്ടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മധു കോട്ടത്തുരുത്തി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തെ അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പോരായ്മകളും അതിന്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും അതിന്റെ നിർദ്ദേശങ്ങളും നടത്തുന്ന ഒരു കൺവെൻഷനാണ്. നമ്മുടെ മേഖലാ തലങ്ങളിൽ പല മേഖലകളും ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം നടക്കുന്ന പല മേഖലകളും അതിന്റെ കൺവെൻഷനൊക്കെ നടക്കാറുണ്ടെങ്കിലും വളരെ ആഴത്തിൽ ഒരു ചർച്ച പലപ്പോഴും ഉണ്ടാകാറില്ല എന്നൊരു വളരെ സത്യമാണ്. മേഖലാ പ്രസിഡന്റ് ഹരിപ്രസാദ് മാവുങ്കാൽ അധ്യക്ഷനായി. ജോസ് തയ്യിൽ മുഖ്യാതിഥിയായി. പ്രസൂൽ വടക്കുംപാട്, റോയി ജോസഫ്, വിനോദ് കീച്ചേരി, TK ദിനേശൻ, മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി സുരേന്ദ്രൻ രാവണീശ്വരം സ്വാഗതം പറഞ്ഞു. വൈദ്യുതി ബില്ലടച്ചിട്ടും അധികൃതർ ഫീസ് ഊരിയത് മൂലം 20 ദിവസമായി ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് C അഹമ്മദ് കുഞ്ഞിക്ക് ഒടുവിൽ ഇരുട്ടിൽ നിന്നും മോചനം. KCN ന്യൂസ് ഇമ്പാക്ട്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് പ്രവർത്തിക്കുന്ന മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള മത്സ്യ മാർക്കറ്റ് കെട്ടിടത്തിൽ C അഹമ്മദ് കുഞ്ഞി നടത്തിവരുന്ന ആയുർവേദ കടയുടെ വൈദ്യുതി ബന്ധമാണ് ബില്ലടച്ചിട്ടും വൈദ്യുത വകുപ്പ് അധികൃതർ വിച്ഛേദിച്ചത്. പണമടച്ച ബില്ല് കാണിച്ചെങ്കിലും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാൻ KSEB അധികൃതർ തയ്യാറായിരുന്നില്ല. വാർദ്ധക്യകാല അസുഖം മൂലം നടക്കാൻ പോലും പ്രയാസം നേരിടുന്ന ഇദ്ദേഹം പലതവണ അധികൃതരെ സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ബില്ലടച്ചിട്ടും ഫ്യൂസ് ഊരിയ അധികൃതരുടെ നടപടി KCN ചാനലിൽ വാർത്തയായതോടെ വൈദ്യുതി ജീവനക്കാർ ഫ്യൂസ് പുനഃസ്ഥാപിക്കുകയും ഇദ്ദേഹത്തിന് വൈദ്യുത ബന്ധം ലഭിക്കുകയുമായിരുന്നു. സഹായിച്ചത് പ്രധാനമായി KCN ചാനൽ കാസർഗോഡാണ്. അവർ മാത്രമല്ല ബന്ധപ്പെട്ട എല്ലാ മാതൃപത്രങ്ങളും എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് KCN ചാനൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതുപോലെ പത്രമാധ്യമങ്ങൾക്കും എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ വളരെ സന്തോഷത്തോടെ അഭിനന്ദിക്കുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടും വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ നിരുത്തരപരമായ സമീപനം മൂലം ഒരു ഉപഭോക്താവ് നേരിടുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് C അഹമ്മദ് കുഞ്ഞി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പോളിയോ തുള്ളിമരുന്ന് കുഞ്ഞിന്റെ അവകാശമാണ് എന്ന ഓർമ്മപ്പെടുത്തലുമായി ഒരു പോളിയോ ദിനം കൂടി കടന്നുപോയി. ആരോഗ്യ കേന്ദ്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ച ബൂത്തുകളിലൂടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി. ജില്ലാതല ഉദ്ഘാടനം നീലേശ്വരത്ത് നടന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ വൈകല്യമില്ലാത്ത നല്ല നാളെയുടെ പൗരന്മാരാക്കുന്നതിനുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായാണ് വർഷം തോറും 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം. ജനുവരി 29, ഏപ്രിൽ 2 എന്നീ തീയതികളിലാണ് ഈ വർഷത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണം. ആരോഗ്യ കേന്ദ്രങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സജ്ജീകരിച്ച ബൂത്തുകൾ വഴിയായിരുന്നു പോളിയോ മരുന്ന് വിതരണം. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ജില്ലാതല ഉദ്ഘാടനം നീലേശ്വരത്തെ താലൂക്ക് ആശുപത്രിയിൽ നടന്നു. P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല, ഗവൺമെന്റ് ഇപ്പോഴും ആവിഷ്കരിച്ച കേരളത്തിന്റെ വികസന മാതൃക, അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, ആ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും. അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കുടുംബശ്രീക്ക് തന്നെ അതിൽ മുൻകൈ എടുക്കാൻ കഴിയുന്ന സൗജന്യ ക്യാമ്പുകൾ, അതുപോലെ തന്നെ രക്തപരിശോധന, ഇതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടത് ലോകാരോഗ്യ ദിനത്തിൻ്റെ ഭാഗമായി ലോക പോളിയോ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ശരിയാണ്, 95 ആരംഭിച്ചതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A ജമാൽ അഹമ്മദ് പോളിയോ ദിന സന്ദേശം നൽകി. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ, നഗരസഭാ കൗൺസിലർമാർ AV സുരേന്ദ്രൻ, V മനോഹരൻ, സംസ്ഥാന ആരോഗ്യ വകുപ്പ് നിരീക്ഷകന്മാരായ S സുനിൽകുമാർ,
കെ വിജയൻ, ഡോക്ടർ വി സുരേശൻ, ജില്ലാ മലേറിയ ഓഫീസർ സി സുരേശൻ, നീലേശ്വരം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പി ഷാജിത്ത്, സുധാകരൻ മുണ്ടയിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ മുരളീധര നല്ലൂരായ സ്വാഗതവും ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ വിൻസെന്റ് ജോൺ നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച പോളിയോ എടുക്കാൻ വിട്ടുപോയ കുട്ടികൾക്ക് 30, 31 തീയതികളിൽ ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി പോളിയോ മരുന്ന് നൽകും. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അഴിമതിക്കെതിരെ ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചു. കിറ്റ് കറപ്ഷൻ എന്ന മുദ്രാവാക്യവുമായി ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ അഴിമതിക്കെതിരെ കിറ്റ് കറപ്ഷൻ എന്ന മുദ്രാവാക്യവുമായി ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനപക്ഷ സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് പെട്രോൾ ബങ്കിന് സമീപത്ത് നടന്ന ജനപക്ഷ സദസ്സ് സാംസ്കാരിക പ്രവർത്തകൻ നാരായണൻ പേരിയ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാരുടെ പരമമായ ആധിപത്യം, അവരുടെ സാമന്ത പദവിയിൽ നാട്ടുരാജാക്കന്മാർ, തിരുവിതാംകൂറും അങ്ങനെ വരുന്നു. ആ കാലത്ത് ഈ സാമന്ത രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരത്തിൽ വലിയ പദവിയോടുകൂടി ഇന്ന് ഗവർണറുടെ പോലെ ബ്രിട്ടീഷുകാരുടെ ഒരു ഉദ്യോഗസ്ഥൻ, പ്രസിഡന്റ് എന്നാണ് പേര്, പ്രസിഡന്റ് സായിപ്പ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂറിലെ പ്രസിഡന്റ് സായിപ്പ് മേജർ കല്ലൻ. ഈ കല്ലന് സ്വാതി തിരുനാളിനെ പറ്റി ഒട്ടും മതിപ്പുണ്ടായിരുന്നില്ല. ഇതാണ് ഇദ്ദേഹത്തെ ഇത്രയും ആളുകൾ ആദരിക്കുന്നത്. എന്താ കുഴപ്പമെന്നറിയാവോ? മേജർ കല്ലന് ചെവി കേൾക്കില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം M. നാരായണൻ പ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞമ്പു മാവുളപ്പിൽ അധ്യക്ഷനായി. അഴിമതിരഹിത സമൂഹവും ജനപക്ഷ സിവിൽ സർവീസും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംവാദവും സംഘടിപ്പിച്ചു. രവീന്ദ്രൻ മാണിയാട്ട് വിഷയാവതരണം നടത്തി. അഡ്വക്കേറ്റ് KV സുരേഷ് ബാബു, ഡോക്ടർ വിപിൻ ചന്ദ്രൻ, നരേഷ് കുമാർ, ഭുവനേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാതല ഉദ്ഘാടനം മജാനൂർ പഞ്ചായത്തിൽ നടന്നു. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലാതല ഉദ്ഘാടനം അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. അജാനൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് P. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ സന്ദേശം സമൂഹം ഏറ്റെടുത്ത് നടപ്പിലാക്കുക. നമ്മുടെ രാജ്യത്ത് പലവിധ തെറ്റിദ്ധാരണകളാൽ ഇപ്പോഴും കുഷ്ഠരോഗികൾ ചികിത്സയ്ക്ക് എത്താൻ വരാത്ത കുറവ് നിലനിൽക്കുക. അതിനാൽ കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, ചികിത്സ എന്നിവ പൊതുജനങ്ങൾക്ക് അറിയുന്ന അതിലേക്കായി ധാരാളം ബോധവൽക്കരണ ക്ലാസുകൾ അനിവാര്യമാണ്. ആ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി ജനങ്ങളിലുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ, ക്ലാസുകൾ സമൂഹത്തിൽ നടത്തേണ്ടതുണ്ട്. അതുകൂടാതെ കണ്ട വിദ്യാർത്ഥി സമൂഹം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഷീർ പള്ളിക്കോത്ത് അധ്യക്ഷനായി. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ മുരളീധരൻ നല്ലൂരായ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ഗംഗാധരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാഘവൻ, ഡോക്ടർ യമുന സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓഹരി നിക്ഷേപം വിഷയമാക്കി ചെറുവത്തൂരിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഷെയർ വെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആയിരുന്നു സംഘാടകർ. കേരളത്തിലെ ഓഹരി വ്യാപാര രംഗത്തെ പ്രമുഖരും തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷെയർ വെൽത്ത് സെക്യൂരിറ്റി ലിമിറ്റഡിന്റെ നിക്ഷേപകരെ പങ്കെടുപ്പിച്ചായിരുന്നു സെമിനാർ. കമ്പനി ഡയറക്ടർ TVN ഗിരീഷ് കുമാർ ക്ലാസ് എടുത്തു. അപ്പൊ 2, 2, 3 കോടി ആയാലും ഇന്നത്തെ ആഫ്റ്റർ ഡിമോണിറ്റൈസേഷൻ അത് എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്, അല്ലെ? കാരണം വൈറ്റ് മണി കൊടുത്തിട്ട് ആര് വാങ്ങും? അത് ഇനി അതൊക്കെ അല്ല, ഇതിന് മുമ്പേ ആണെങ്കിലും അതിൽ ബ്ലാക്ക് മണി എത്ര പെർസെന്റ് ഉണ്ടാവും? ഇപ്പൊ ഒരു 2 കോടിയുടെ ഡീലിംഗ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50% വൈറ്റ് ഉണ്ടാവും, ബാക്കി 50% ബ്ലാക്ക് ആയിരിക്കും. അല്ലെങ്കിൽ 60% വൈറ്റ് ആയിരിക്കും, 40% ബ്ലാക്ക് മണി ആയിരിക്കും. ബ്ലാക്ക് ചിലപ്പം വിൽക്കുന്ന ആൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഓഹരി വിപണിയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് പുറമെ എങ്ങനെ മികച്ച ഓഹരികൾ കണ്ടെത്താം, മൊബൈൽ ഓൺലൈൻ ട്രേഡിംഗ്, നികുതി ഇളവുകൾ ലഭിക്കുക, നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സമഗ്ര വിവരണം ക്ലാസ്സിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് തലങ്കര സ്വദേശി മൻസൂർ അലിയെ കൊലപ്പെടുത്തിയ മുഖ്യപ്രതി അബ്ദുൾ സലാം അറസ്റ്റിൽ. കർണാടക ബണ്ട്വാൾ സ്വദേശിയായ സലാമിനെ അറസ്റ്റ് ചെയ്തത് ഉപ്പള ടൗണിൽ വച്ച്. അറിവ് തേടുന്ന പഠനമുറിക്ക് മുകളിൽ കൃഷിനിലമൊരുക്കി കുട്ടി കർഷകർ. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ വിളഞ്ഞത് സമൃദ്ധിയുടെ വിളകൾ. വിഷൻ 2020 സംഘടിപ്പിച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കാറ്റാടി തണലത്ത്. പരിപാടി സംഘടിപ്പിച്ചത് ആലമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. സ്വയം രക്ഷയ്ക്കായി പെൺകുട്ടികൾക്ക് കളരിപ്പയറ്റ് പരിശീലനം നൽകി പിലിക്കോട് പഞ്ചായത്ത്. നിർഭയ സ്വയം രക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലന മുറകൾ അഭ്യസിക്കുന്നത്.
സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കാൻ CPM ശ്രമമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VK സജീവൻ. കാഞ്ഞങ്ങാട്ട് BJP സംഘടിപ്പിച്ച സത്യാഗ്രഹ പരിപാടിയിലായിരുന്നു VK സജീവന്റെ രൂക്ഷ വിമർശനം. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.